ചേര രാജാക്കന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന കേരളം പിന്നീട് കേരളമായി മാറിയെന്ന് പറയുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ശക്തിപ്പെട്ടതിനെ തുടർന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂറും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശങ്ങളുമെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു. ഇതേ ദിവസം തന്നെയാണ് നമ്മൾ മാതൃഭാഷ ദിനവും ആചരിക്കുന്നത്. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. മലയാള ഭാഷ നമുക്ക് പെറ്റമ്മയ്ക്ക് തുല്യമാണ്. കേരളം പിറവി കൊണ്ട സമയത്ത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നത് 14 ജില്ലകളായി. കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനം. വൃക്ഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് കേരളം എന്ന പേര് ലഭിച്ചത്. കഥകളിയുടെയും കേളിക്കൊട്ടിന്റെയും തെയ്യത്തിന്റെയും നാടാണ് നമ്മുടെ കേരളം. കേരളത്തിന്റെ ഉത്സവങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെയും ഒത്തൊരുമയെ സൂചിപ്പിക്കുന്നു. നാനാജാതി മതസ്ഥർ ഇവിടെ ഐക്യത്തോടെ കഴിയുന്നു. മലയും പുഴയും കടലും പാടങ്ങളും കൊച്ചരുവികളും കൊണ്ട് പ്രകൃതി രമണീയമാണ് നമ്മുടെ നാട്. കേരളത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും കലാരൂപങ്ങളും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഇന്ത്യയിൽ സാക്ഷരതയിലും ആരോഗ്യ രംഗത്തും ഏറെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. കൽപ്പവൃക്ഷമായ തെങ്ങ് ഔദ്യോഗിക വൃക്ഷവും ആന ഔദ്യോഗിക മൃഗവും കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവും വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയുമാണ്. കേരളത്തിന്റെ 64ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയെയും ഐക്യവും നമുക്ക് തുടരാൻ ശ്രമിക്കാം. മലയാള സംസ്കാരത്തെ ആദരിച്ചുകൊണ്ടും മലയാള ഭാഷയെ സ്നേഹിച്ചുകൊണ്ടും നമ്മുടെ നാടായ കേരളത്തിന്റെ അതുവഴി ഇന്ത്യയുടെയും വളർച്ചയ്ക്കായി നമുക്ക് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം.